കർത്താവേ, നിന്റെ വിശുദ്ധ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതകാര്യങ്ങളെ കാണുവാൻ നാഥാ ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം. ബാറക്കുമോർ. അനന്തരം യേശു പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞു, സോപ്രയന്മാരും പരീശന്മാരും മോശയുടെ സിംഹാസനത്തിലിരുന്നു. ആകയാൽ നിങ്ങൾ ആചരിക്കണമെന്ന് അവർ പറയുന്നതെല്ലാം നിങ്ങൾ ആചരിക്കണം, പ്രവർത്തിക്കണം. എന്നാൽ അവരുടെ പ്രവൃത്തികൾ പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. എന്തെന്നാൽ അവർ പറയുന്നുണ്ട്, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ കെട്ടി മനുഷ്യരുടെ ചുമലുകളിൽ വയ്ക്കുന്നു, എന്നാൽ അവരോ അവരുടെ വിരൽ കൊണ്ടും അവയെ തൊടുവാൻ മനസ്സ് വയ്ക്കുന്നില്ല. മനുഷ്യർക്ക് കാണപ്പെടേണ്ടതിനായിട്ടാണ് അവരുടെ എല്ലാ പ്രവൃത്തികളും അവർ ചെയ്യുന്നത്. അവരുടെ നെറ്റിപ്പട്ടകൾക്ക് വീതി കൂട്ടുകയും കുപ്പായങ്ങളുടെ തൊങ്ങലുകൾക്ക് നീളം കൂട്ടുകയും ചെയ്യുന്നു. അവർ വിരുന്നുകളിൽ മുഖ്യസ്ഥാനവും സംഘാലയങ്ങളിൽ പ്രധാന പീഠവും തെരുവുകളിൽ സമാധാനാഭിവാദനവും മനുഷ്യരാൽ റബ്ബി എന്ന് വിളിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നു. നിങ്ങളാകട്ടെ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങളുടെ ഗുരു ഏകനാകുന്നു. നിങ്ങളെല്ലാവരും സഹോദരന്മാരാകുന്നു. പിതാവ് എന്ന് ആരെയും ഭൂമിയിൽ നിങ്ങൾ വിളിക്കരുത്. എന്തെന്നാൽ സ്വർഗത്തിലുള്ള ഏകനാണ് നിങ്ങളുടെ പിതാവ്. നിങ്ങൾ ഭരണക്കാർ എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങളുടെ ഭരണാധിപൻ ഒരുവൻ, മശിഹ മാത്രം. നിങ്ങളിൽ വലിയവൻ നിങ്ങൾക്ക് ശുശ്രൂഷകനായിരിക്കണം. എന്തെന്നാൽ സ്വയം ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, സ്വയം താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. കപടഭക്തരായ സോപ്രയന്മാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദീർഘിപ്പിച്ചുകൊണ്ട് വിധവകളുടെ ഭവനങ്ങൾ ഭക്ഷിച്ചു കളയുന്നു. ആകയാൽ നിങ്ങൾ അധികമായ ശിക്ഷാവിധി പ്രാപിക്കും. കപടഭക്തരായ സോപ്രയന്മാരെ, പരീശരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ സ്വർഗരാജ്യം മനുഷ്യരുടെ മുമ്പിൽ അടച്ചിരിക്കുകയാണ്. നിങ്ങൾ പ്രവേശിക്കുന്നില്ല. പ്രവേശിക്കുന്നവരെ പ്രവേശിപ്പാൻ നിങ്ങൾ സമ്മതിക്കുന്നുമില്ല. കപടഭക്തരായ സോപ്രയന്മാരെ, പരീശരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. എന്തെന്നാൽ ഒരുവനെ മതാനുസാരിയാക്കുവാൻ കടലും കരയും നിങ്ങൾ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. അവൻ അങ്ങനെ ആയ ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിയായി നരകസന്താനമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അന്ധരായ വഴികാട്ടികളെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. ആരെങ്കിലും ദൈവാലയത്തെ ചൊല്ലി ആണയിട്ടാൽ ഒന്നുമില്ലെന്നും, എന്നാൽ ദൈവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് ആണയിട്ടാൽ കുറ്റക്കാരനാകുമെന്നും നിങ്ങൾ പറയുന്നു. മൂഢരെ, അന്ധരെ, ഏതാണ് വലുത്? സ്വർണമോ, സ്വർണത്തെ വിശുദ്ധമാക്കുന്ന ദൈവാലയമോ? ബലിപീഠത്തെ ചൊല്ലി ആരെങ്കിലും ആണയിട്ടാൽ ഒന്നുമില്ലെന്നും, എന്നാൽ അതിന്മേലുള്ള കാഴ്ചവസ്തുവിനെ കൊണ്ട് ആണയിട്ടാൽ കുറ്റക്കാരനാകുമെന്നും നിങ്ങൾ പറയുന്നുണ്ട്. മൂഢരെ, അന്ധരെ, ഏതാണ് വലുത്? കാഴ്ചവസ്തുവോ, കാഴ്ചവസ്തുവിനെ വിശുദ്ധമാക്കുന്ന ബലിപീഠമോ? ആകയാൽ ആരെങ്കിലും ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ അവൻ അതിനെക്കൊണ്ടും അതിന്മേലുള്ള സകലത്തെ കൊണ്ടുമാണ് ആണയിടുന്നത്. ദൈവാലയത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെക്കൊണ്ടും അതിൽ വാസം ചെയ്യുന്നവനെ കൊണ്ടുമാണ് ആണയിടുന്നത്. സ്വർണത്തെ കൊണ്ട് ആണയിടുന്നവൻ ദൈവസിംഹാസനത്തെ കൊണ്ടും അതിന്മേൽ ഇരിക്കുന്നവനെ കൊണ്ടുമാണ് ആണയിടുന്നത്. കപടഭക്തരായ സോപ്രയന്മാരെ, പരീശരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ചീരയിലും ചതുകുപ്പയിലും ജീരകത്തിലും ദശാംശം കൊടുക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിലെ വിലയേറിയവ, ന്യായം, കരുണ, വിശ്വാസം എന്നിവ വിട്ടുകളയുകയും ചെയ്യുന്നു. അവയെ നിങ്ങൾ അനുഷ്ഠിക്കുകയും ഇവയെ വിട്ടുകളയാതിരിക്കുകയുമാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈച്ചകളെ അരിക്കുകയും ഒട്ടകങ്ങളെ വിഴുങ്ങുകയും ചെയ്യുന്ന അന്ധരായ വഴികാട്ടികളാണ്. കപടഭക്തരായ സോപ്രയന്മാരെ, പരീശരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം വെടിപ്പാക്കുന്നുണ്ട്, എന്നാൽ അകത്താകട്ടെ അപഹാരവും അനീതിയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അന്ധരായ പരീശന്മാരെ, നിങ്ങൾ ആദ്യമേ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും അകം വെടിപ്പാക്കുവിൻ, അപ്പോൾ അവയുടെ പുറവും നിർമ്മലമായിത്തീരുന്നു. കപടഭക്തരായ സോപ്രയന്മാരെ, പരീശരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ വെള്ളപൂശിയ കല്ലറകൾക്ക് തുല്യമാകുന്നു.
അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നു, അകത്താകട്ടെ മൃതരുടെ അസ്ഥികളും സർവ്വ അശുദ്ധിയും നിറഞ്ഞതുമാകുന്നു. അങ്ങനെ നിങ്ങളും പുറമേ പുണ്യവാന്മാരായി മനുഷ്യർക്ക് കാണപ്പെടുന്നു, അകമേയോ അനീതിയും കപടഭക്തിയും കൊണ്ട് നിറഞ്ഞുമിരിക്കുന്നു. കപടഭക്തരായ സ്വപ്രയന്മാരും പരീശരുമേ, ഹാ കഷ്ടം! പ്രവാചകന്മാരുടെ കബറുകൾ നിങ്ങൾ പണിയുകയും പുണ്യവാന്മാരുടെ ശവകുടീരങ്ങളെ അലങ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ഞങ്ങളായിരുന്നെങ്കിൽ ദീർഘദർശിമാരുടെ രക്തത്തിന് ഞങ്ങൾ പങ്കാളികളാകുകയില്ലായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നുമുണ്ട്. ഇങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊല ചെയ്തവരുടെ സന്തതിയാകുന്നു എന്ന് നിങ്ങളെക്കുറിച്ചു തന്നെ സാക്ഷ്യം പറയുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ അളവ് നിങ്ങളും പൂർത്തിയാക്കുവിൻ. അണലി സന്തതിയാകുന്ന സർപ്പങ്ങളെ, നരകശിക്ഷാവിധിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഓടിമാറും? ഇതു നിമിത്തമായി ദീർഘദർശിമാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ കൊല്ലും, ചിലരെ ക്രൂശിൽ തറയ്ക്കും, ചിലരെ സംഘാലയങ്ങളിൽ വച്ച് അടിക്കും, ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് ഉപദ്രവിച്ച് ഓടിക്കുകയും ചെയ്യും. അങ്ങനെ പുണ്യവാനായ ഹാബേലിന്റെ രക്തം മുതൽ ദൈവാലയത്തിനും ഹൈക്കല ബലിപീഠത്തിനും മധ്യേ വെച്ച് നിങ്ങൾ കൊന്നുകളഞ്ഞ ബർക്ക്യായുടെ പുത്രനായ സ്കറിയായുടെ രക്തം വരെ ഭൂമിയിൽ ചിന്തപ്പെട്ടിട്ടുള്ള പുണ്യവാന്മാരുടെ രക്തം മുഴുവൻ നിങ്ങളുടെ മേൽ വരും. ഇവ മുഴുവൻ ഈ തലമുറ മേൽ വരുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുന്നവളെ, തൻ്റെ അടുക്കലേക്ക് അയക്കപ്പെട്ടവരെ കല്ലെറിയുന്നവളെ, പിടക്കോഴി സ്വന്തം കുഞ്ഞുങ്ങളെ അതിൻ്റെ ചിറകിൻ കീഴെ ചേർത്തുകൊള്ളുന്നതുപോലെ നിന്റെ കുഞ്ഞുങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഞാൻ എത്ര പ്രാവശ്യം ആഗ്രഹിച്ചു, നിങ്ങൾക്കോ മനസ്സായില്ല. ഇതാ, നിങ്ങളുടെ ഭവനം നിങ്ങൾക്ക് ശൂന്യമായി കൈവിടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഈ സമയം മുതൽ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുന്നതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ.